തിരുവനന്തപുരത്തെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയിൽ മുൻ ആൺ സുഹൃത്തിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. ബിനോയ് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നും പെൺകുട്ടിക്കെതിരായ സൈബർ ആക്രമണത്തിന് പിന്നിൽ ബിനോയാണെന്നും പോലീസ്. ഗർഭചിത്രം നടത്തിയ ശേഷവും പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പ്രതി കുറ്റം സമ്മതിച്ചതായും പോലീസ് കോടതിയിൽ പറഞ്ഞു. പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ മാത്രമായിരുന്നു പ്രതിയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ പോക്സോ നിയമപ്രകാരമുള്ള വകുപ്പുകളും ചുമത്തിയിരുന്നു. തുടർന്ന് 14 ദിവസത്തേക്ക് കോടതി റിമാൻഡിൽ വിട്ടിരുന്നു. ഇന്നിപ്പോൾ 3 ദിവസത്തെ കസ്റ്റഡിയിൽ തെളിവെടുപ്പിനായിക്കൊണ്ട് തിരുവനന്തപുരത്തെ പോക്സോ കോടതി പൂജപ്പുര പോലീസിന് വിട്ടു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കസ്റ്റഡി അപേക്ഷയിൽ വളരെ കൃത്യമായി വ്യക്തമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് പോലീസ്. അതായത് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ മറ്റൊരു റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താനുള്ള പ്രധാന കാരണമായി പറയുന്നത് ആദ്യം ഈ പെൺകുട്ടിയെ പലതവണ പീഡിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, ആ സമയത്ത് പെൺകുട്ടി ഗർഭിണിയായിരുന്നു. ആ സമയത്ത് നിർബന്ധിച്ചുകൊണ്ട് മരുന്നുകൾ കഴിപ്പിച്ച് ഗർഭചിത്രം നടത്തിയത് ഈ ആൺ സുഹൃത്ത് ബിനോയ് ആണെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്ന് ഈ അബോർഷൻ നടത്തിയ ശേഷവും പെൺകുട്ടിയെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ബിനോയ്ക്കെതിരെ കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്ന് ഇരുവരും തമ്മിൽ പിണക്കത്തിലായി അകൽച്ചയിലായിരുന്നു. ആ അകൽച്ചയിലായിരുന്ന സമയത്ത് പെൺകുട്ടിയെ തന്റെ സുഹൃത്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് സൈബർ അധിക്ഷേപം നടത്തി